സ്പെയിനിൽ 2 ഹൈസ്പീഡ് ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചുരുങ്ങിയത് 21 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ട്. മറ്റ് 100-ലധികം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പ്രാദേശിക സമയം ഏകദേശം 6:40ഓടെയാണ് സംഭവമുണ്ടായത്. കോർഡോബയ്ക്കടുത്തുള്ള അഡാമുസിൽ നടന്ന അപകടത്തിൽ നിരവധി പേർ ഇപ്പോഴും ഈ ട്രെയിനുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മലാഖയിൽ നിന്നും മാഡ്രിഡിലേക്കുള്ള ട്രെയിനും ഹുവേയിലേക്കുള്ള ട്രെയിനും തൊട്ടടുത്ത പാളങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്താണ് കൂട്ടിയിടിയുണ്ടായത്. അതിവേഗത്തിൽ പോവുകയായിരുന്ന ട്രെയിനുകൾ പാളം തെറ്റി തമ്മിൽ കൂട്ടിയിടിച്ചു. മരണപ്പെട്ടവരിൽ ഒരാൾ ഹുവേയിലേക്കുള്ള ട്രെയിനിന്റെ ഡ്രൈവറാണ്. ഈ അപകടത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി ഇനിയും പുറത്തു വന്നിട്ടില്ല. സ്പെയിൻ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ചുരുങ്ങിയത് 21 പേരെങ്കിലും മരിച്ചു എന്ന് തന്നെയാണ്. അതേസമയം നിരവധി പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവരിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 25 പേർ ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ മാഡ്രിഡിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ മാത്രം 317 യാത്രക്കാരുണ്ടായിരുന്നതായി പലരും പറയുന്നുണ്ട്. ട്രെയിനുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അടിയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭയാനകമായ ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്.